പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മീനു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് മീനു പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ ജീവിതം വെച്ചാണ് ചിന്താമണി കളിച്ചത് എന്ന് ചിന്താമണിയോട് മീനു പറയുകയും ചെയ്യുന്നു. നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത് എന്ന് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തു തന്നേനെ. ഒരിക്കൽ പോലും സൂരജിനെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നീ എന്നെ വിദഗ്ധമായി ചതിക്കുകയായിരുന്നു. നിന്നെ വിശ്വസിച്ച ഞാൻ വെറും മണ്ടിയായി പോയി. ഒരിക്കലും നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. നിന്നെ ഞാൻ അത്രയധികം വിശ്വസിച്ചതാണ്. എന്നിട്ടും നീ എന്നെ ചതിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ എന്തോ എനിക്ക് വളരെയധികം വിഷമമാണ് ഉണ്ടായത്. ഇനി ഒരിക്കലും നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ് അവിടെ നിന്ന് മീനു. പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രണയവുമായി സൂരജ് വരുന്നത്. മീനുവിനെ പോലെയുള്ള ഒരു നല്ല പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സൂരജ്. മാത്രവുമല്ല, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവത്തിന് മുന്നിൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ച് പോകുന്ന മീനു ഉത്തരമില്ലാതെ നിന്നു പോകുന്നു. ഇതേ തുടർന്നാണ് മീനുവിൻ്റെ അമ്മ പാർവതിയെ കാണുന്നതിനായി സൂരജ് എത്തുന്നത്. മീനുവിനെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ മീനുവിൻ്റെ അമ്മ. മാത്രവുമല്ല, ഇതുവരെ സംഭവിച്ചതിനെല്ലാം ക്ഷമ ചോദിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സൂരജ് ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്നാണ് ഞാൻ ഈ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ മീനുവിനോട് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പാർവതി പറയുകയാണ്. മീനുവിനെ ചെന്ന് കണ്ട് പാർവതി കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് സൂരജ് നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയുകയാണ് മീനു. ഈ കാര്യം പാർവതിയെയും സന്തോഷിപ്പിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.